ഇന്ന് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ ഓരോരുത്തരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളെ ബാധിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ വീടിൻ്റെ വാസ്തുപ്രകാരം ഇത്തരത്തിൽ കാര്യങ്ങൾ വരുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഉറപ്പായിട്ടും വീടിൻ്റെ വാസ്തുദോഷങ്ങൾ കൊണ്ടും ഉടലെടുക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. അത് നമുക്ക് കണ്ടുപിടിച്ചിട്ട് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ വാസ്തുദോഷം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമാണെങ്കിൽ അതിനെ ഒഴിവാക്കാനായിട്ടും അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ടും വാസ്തുവിലൂടെ സാധിക്കും. ഈ വാസ്തു എന്ന് പറഞ്ഞു വരുമ്പോൾ കുറച്ചും കൂടെ ഫെങ്ഷുയിലേക്ക് പോകാനാണ് എനിക്ക് താല്പര്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെങ്ഷുയില ചില സ്റ്റാറുകൾ ഇത്തരത്തിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ 2 എന്ന് പറയുന്നൊരു നക്ഷത്രം. ഫെങ്ഷുയിൽ നമുക്കറിയാം, നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ വേറൊരു 3-4 പ്രോഗ്രാം കൂടെ നിങ്ങൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തത കിട്ടും. ഇപ്പോൾ 1 മുതൽ 9 വരെയുള്ള നമ്പറുകളുണ്ട്. ഓരോ ദിക്കിലും ഓരോ നമ്പറുകൾ വർഷാവർഷം വരുന്നുണ്ട്. വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് ഓരോ ദിക്കിലും 2 നമ്പറുകൾ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം നമ്പറുകളെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പറുകൾ എന്ന് പറയും. വർഷാവർഷം വരുന്ന നമ്പറുകളെ ആനുവൽ സ്റ്റാർ നമ്പർ എന്നും പറയും. 2025 പറ്റി പറയുകയാണെങ്കിൽ ഏതൊരു വീടിൻ്റെയും സെൻട്രൽ ഭാഗത്ത് നിൽക്കുന്ന നക്ഷത്രം 2 ആണ്. ഇപ്പോൾ 1 പറയുന്ന നക്ഷത്രം തൊഴിൽപരമായിട്ട് നേട്ടമാണെങ്കിൽ 2 പറയുന്ന നക്ഷത്രം ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നങ്ങളാണ്. അപ്പോൾ 3 പറയുന്നത് കലഹമാണ്. അങ്ങനെ ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവമുണ്ട്. അപ്പോൾ 2 പറയുന്ന നക്ഷത്രം ഇപ്പോൾ എല്ലാ വീടിൻ്റെയും സെൻട്രൽ ഭാഗത്തിലാണ് 2025 2 വന്ന് നിൽക്കുന്നത്. അപ്പോൾ സെൻട്രൽ ഭാഗം നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുകയോ അല്ലെങ്കിൽ അവിടെ കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ വർഷം ആരോഗ്യ പ്രശ്നം പിടികൂടാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പം ഇത്തരത്തിൽ പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട. അവിടെ നമുക്ക് ഫെങ്ഷുയിൽ ചില റെമഡികളുണ്ട്. ആ സ്ഥലം ഒഴിവാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഏരിയ ഈ വർഷം ഒന്ന് മാറ്റി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അവിടെ ഒന്ന് ഫ്രീ ആക്കി ഇടുക. അവിടെ നമ്മൾ അധിക സമയം ചെലവഴിക്കേണ്ട. അതല്ല നമുക്ക് അത്രയും ചുരുങ്ങിയ വീടാണ്, കുറച്ച് സ്ഥലമുള്ളതെന്നുണ്ടെങ്കിൽ 6 മെറ്റൽ കോയിൻസ്, അതായത് ഒരു റെഡ് ചരടിനകത്ത് അല്ലെങ്കിൽ റിബണിനകത്ത് 6 ചൈനീസ് നാണയങ്ങൾ കെട്ടി വരുന്നതാണ് 6 മെറ്റൽ കോയിൻസ് എന്ന് പറയുന്നത്. അത് ഈ സെൻട്രൽ ഭാഗത്തൊന്ന് ഹാങ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഉലുവും അവിടെ ഹാങ് ചെയ്യാം. ഈ ഹെൽത്ത് പ്രോബ്ലത്തെ ഒരു പരിധി വരെ ഇല്ലാതാക്കാനായിട്ട് ഈ സ്റ്റാറിന് പറ്റും. ഇനി ഫ്ലൈയിങ് സ്റ്റാർ നമ്പറും കൂടി നമുക്കൊന്ന് നോക്കാം. പല വീടിനും പലതാണ് ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ. അപ്പോൾ ഫ്ലൈയിങ് സ്റ്റാർ നമ്പറിൽ ഇപ്പോൾ ഒരു 2-5 കോമ്പിനേഷൻ വരുന്ന ഒരു ഇടമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 2-5 അല്ലെങ്കിൽ ഒരു 2-7 ഒക്കെ വരുന്ന കോമ്പിനേഷൻ ഉണ്ട്. അതായത് മൗണ്ട് സ്റ്റാർ ലെഫ്റ്റ് സൈഡിൽ വരുന്ന 2 എന്ന് പറയുന്ന നക്ഷത്രം വരുന്ന സ്ഥലം ആരോഗ്യ പ്രശ്നമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് സ്ഥിരമായിട്ടൊരാൾ കിടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത അതുണ്ട്. ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ വീട് ഫെങ്ഷി കൺസൾട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് നിരന്തരമായി ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ കിടക്കുന്ന റൂമിൽ എന്ത് സ്റ്റാറാണ് വന്നിരിക്കുന്നത് നോക്കുക. 2 എന്ന് പറയുന്നൊരു നക്ഷത്രമോ 5 എന്ന് പറയുന്നൊരു നക്ഷത്രമോ ആണ് ആ ബെഡ്റൂമിൻ്റെ മൗണ്ട് സ്റ്റാർ ആയിട്ട് വന്നിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ റൂം മാറി നോക്കൂ, ആരോഗ്യം നിങ്ങൾക്ക് മെച്ചപ്പെടും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെന്നും ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ കോമൺ ആയിട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ കിഴക്ക് ഭാഗം. ഏതൊരു വീടിൻ്റെയും കിഴക്ക് ഭാഗം ആരോഗ്യത്തിൻ്റെ ദിക്കാണ്. അപ്പോൾ കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ വീട്ടിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹെൽത്ത് പ്രോബ്ലം നിങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നം നിങ്ങളെ ബാധിക്കും. നിങ്ങൾ വീട് നിർമ്മിച്ചപ്പോൾ വീടിനെ സ്ക്വയറായിട്ടോ റെക്ടാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ കിഴക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ബാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിഴക്ക് ഭാഗത്ത് എൻഹാൻസ് ചെയ്യാനായിട്ട് ലക്കി ബാമ്പുകൾ വെച്ച് ആ ദിക്കിനെ കറക്റ്റ് ചെയ്യാം. അത് ടോയ്ലറ്റാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ ടോയ്ലറ്റിനകത്ത് റെഡ് ലൈറ്റ് ഇടാം. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് എന്ത് തന്നെ ആയാലും ഫെങ്ഷുയിലൂടെ അതിന് കൃത്യമായ പരിഹാരങ്ങളുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് ഫെങ്ഷുയിലൂടെ സാധിക്കും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ.